അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ 2026 സാൻ ജോൺ UPS സ്കൂളിലെ വാർഷികമാണ്. അതും 76ാമത്തെ വാർഷികമാണ് നടക്കുന്നത്. കുട്ടികളൊക്കെ അതിൻ്റെ വലിയ ഹാപ്പിയിലാണ്. കാരണം 7 വരെയാണ് അവിടെ നമ്മുടെ സ്കൂളുള്ളത്. 5, 6, 7 അങ്ങനെ 3 സ്റ്റാൻഡേർഡാണ് ഉള്ളത്. പക്ഷേ നല്ല സ്കൂളാണ്. എൻ്റെ മോളും പഠിച്ച സ്കൂളാണ്. കാരണം അധ്യാപകരൊക്കെ നല്ലതുപോലെ അവരുടെ കൂടെ നിന്ന് പ്രയത്നിച്ച് കുട്ടികളുടെ ഉന്നത വിജയത്തിൽ എത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഞാൻ മോനെ ഇപ്പം ഈ വർഷമാണ് 5ാം ക്ലാസ്സിൽ അവിടെ ചേർത്തത്. അപ്പോൾ ഈ വർഷം നമ്മുടെ HM ഗീതാകുമാരി ടീച്ചറും നല്ല പവറുള്ള ഒരു HM ആണ്. കാരണം ടീച്ചർമാരോടായിരുന്നാലും കുട്ടികളോടായിരുന്നാലും എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ട്രെയിനിങ് ടീച്ചർമാരാണ്. പിന്നെ നമുക്ക് നമ്മുടെ ആനിവേഴ്സറിക്കുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നേ നമ്മുടെ ഗസ്റ്റുകളെയൊക്കെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അവരെ പൊന്നാടയൊക്കെ ഇട്ട് ആദരിക്കുകയാണ്. നമ്മുടെ രതീഷ് ചേട്ടനായിരുന്നു നമ്മുടെ PTA പ്രസിഡൻറ്റ്. അപ്പോൾ ചേട്ടനും നമ്മുടെ HMഉം നമ്മുടെ ഗസ്റ്റുകളെ എല്ലാം പൊന്നാടയൊക്കെ അണിയിച്ച് അവരെ സ്വീകരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛനും ഉണ്ടായിരുന്നു, സിസ്റ്ററും ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടുപിറകെ നമ്മുടെ PTA അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അടുത്ത ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്ന സന്തോഷ് സാറാണ്. നമ്മളുടെ ഒരു വർഷത്തെ പ്രവർത്തനം നമ്മുടെ കുട്ടികൾക്കും പാരൻസിനും ഗസ്റ്റുകൾക്കും ഒക്കെ നമ്മുടെ പ്രൊജക്ടർ വഴി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വട്ടിയൂർക്കാവിൻ്റെ മെമ്പറാണ്. അപ്പോൾ എന്തായാലും രതീഷ് ചേട്ടൻ പൊന്നാടയൊക്കെ ഇട്ട് മെമ്പറേയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ തുടക്കം ഈശ്വര പ്രാർത്ഥനയാണ്. അപ്പം നമ്മുടെ കുട്ടികൾ ഈശ്വര പ്രാർത്ഥന പാടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗസ്റ്റായ സാഗ മേഡത്തിൻ്റെ കവിതയാണ് കുട്ടികൾ പാടിയത്. അപ്പോൾ മേഡം സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, മേഡത്തിൻ്റെ പാട്ട് കുട്ടികൾ വഴി കേട്ടപ്പോൾ മേഡത്തിന് ഒത്തിരി സന്തോഷവും സങ്കടമൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ ഉദ്ഘാടനമാണ്, വിളക്ക് കത്തിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റും നമ്മുടെ മേഡവും എല്ലാവരും വിളക്ക് കത്തിച്ച് സന്തോഷമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് എല്ലാവരും പ്രസംഗിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ മാഗസീൻ്റെ ഉദ്ഘാടനം, പിന്നെ വന്ന ഗസ്റ്റുകൾക്ക് മൊമൻറ്റോ എല്ലാം കഴിഞ്ഞു. കുട്ടികൾക്ക് അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മൊമൻറ്റോ കൊടുക്കുകയാണ്. ആർട്സിലും സ്പോർട്സിലും സബ് ജില്ലയിലും ക്ലാസ് ടോപ്പറും സ്കൂൾ ടോപ്പറും അങ്ങനെ പല വിധത്തിലുള്ള കുട്ടികൾക്ക് മൊമൻറ്റോവും പ്രൈസും സർട്ടിഫിക്കറ്റും മെഡലും എല്ലാം കൊടുത്തു. അപ്പോൾ അതെന്തായാലും സ്കൂളിനെ സംബന്ധിച്ച് വളരെ അഭിമാനമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ കലാപരിപാടികൾ, കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെ ആയിരുന്നു നമ്മളുടെ ഉദ്ഘാടനവും പ്രസംഗവും നമ്മുടെ മൊമൻറ്റ് കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ സമ്മാനം എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ PTA-ക്കാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഗീതാകുമാരി മേഡത്തിന് പൊന്നാട അണിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സർപ്രൈസായിരുന്നു. മേഡത്തിന് അത് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മുടെ PTA അംഗങ്ങളെല്ലാവരും ഒരുപോലെ ആയിരുന്നു ഡ്രസ്സെല്ലാം ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് എല്ലാം മീഷോയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെ ആയിരുന്നു. അപ്പോൾ ടീച്ചർമാർക്കും ഒക്കെ ഗസ്റ്റിനും ഒക്കെ നമ്മുടെ ഡ്രസ്സിനെ കുറിച്ച് പ്രത്യേക അഭിപ്രായമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളെ മക്കൾ ഈ വീഡിയോസ് കാണുമ്പോൾ പരാതിയൊന്നും പറയരുത്. എന്തായാലും അടുത്ത വീഡിയോസിൽ ഞാനത് പരിഹരിക്കുന്നതാണ്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരുടെ വീഡിയോയും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും നല്ല രീതിയിൽ തന്നെ അവരാൽ കഴിയുന്ന രീതിയിൽ നല്ല അടിച്ചു പൊളിച്ച് അവർ എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്.
5 മിനിറ്റോ 1 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളതല്ല. കുട്ടികൾക്ക് സ്റ്റേജിൽ ഒരു ഡാൻസിൻ്റെ അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഇത് മാത്രമല്ല, നമ്മുടെ 7ാം ക്ലാസ്സിൽ ഈ വർഷം പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ വിഷമമുണ്ട്, പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി കൃഷ്ണനെ എടുത്ത് വെച്ച് പാട്ട് പാടുന്ന ഒരു ഡാൻസൊക്കെയാണ് കളിച്ചത്. അടിപൊളിയായിട്ട് തന്നെ കളിച്ചു, കാണാൻ തന്നെ നല്ല രസമായിരുന്നു. നമ്മുടെ തീർത്ഥക്കുട്ടിയുടെ ഡാൻസായിരുന്നു. തീർത്ഥ എൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ അവസരത്തിൽ തീർത്ഥയ്ക്കും തീർത്ഥയുടെ കൂട്ടുകാരിക്കും ഞാനൊരു താങ്ക്സ് പറയുന്നു. ഇത് പിന്നെ നമ്മുടെ 7ാം ക്ലാസ്സിലെ വില്ലന്മാരാണ്. അപ്പോൾ ഇവരെല്ലാവരും ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിൽ എന്നെ വീഡിയോ ഒക്കെ എടുത്ത് വൈറലാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത സ്കൂളിലെ കുറച്ച് ടീച്ചർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ശരണ്യാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണ്, എന്തായാലും സ്നാക്സൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ വിളിച്ചിട്ടും അവർക്കും നമ്മൾ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ വർഷയുടെയും അസ്നയുടെയും അനിയത്തിയൊക്കെ കളിച്ച ഒരു ഡാൻസായിരുന്നു. നല്ല ഡാൻസ് തന്നെയായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ 7ാം ക്ലാസ്സിലെ കുട്ടപ്പന്മാരാണ്. അപ്പോൾ ഇവരെല്ലാവരും ഈ വർഷം നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അടുത്ത വർഷം 8ാം ക്ലാസ്സിലാണ്. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, നല്ല രീതിയിലെത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എൻ്റെ മോനും കൂട്ടുകാരും എല്ലാവരും കൂടെ നിന്ന് കളിക്കുവാണ്. മുണ്ടൊക്കെ ഞാൻ എങ്ങനെയൊക്കെ പിന്നെ കുത്തി വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും എവിടെയൊക്കെ ആരുടെയൊക്കെ മുണ്ടൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. എന്നാലും ഒരു തറ വീഴില്ല, അത്രമാത്രം ഞാൻ സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവരും അവരാൽ കഴിയുന്ന രീതിയിൽ അടിച്ചു പൊളിച്ച് അവരും കളിച്ചായിരുന്നു. കുട്ടികൾക്ക് സന്തോഷമാണ്, സ്റ്റെപ്പ് തെറ്റിയാലും ഇല്ലെങ്കിൽ അവർക്ക് അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു മൈൻഡ് മാത്രമാണ് ആനുവൽ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ. ഞാൻ എല്ലാ പാരൻസിൻ്റെ അടുത്തും പറയും, കഴിയുന്നത് നമ്മുടെ കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവരെ കുഞ്ഞു കാര്യത്തിന് അവരെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒരുമിച്ച് നിന്ന് അവർക്ക് ഒരു ഹാപ്പി ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ചനമാരാണ്. നമ്മുടെ സ്കൂളിലും ഫസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ സബ് ജില്ലയിൽ A ഗ്രേഡ് കിട്ടിയ ഡാൻസാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂളിലും കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരാളെ എടുത്തു പറയാനില്ല, എല്ലാ മക്കളും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് കളിച്ചു. പിന്നെ എൻ്റെ മോള് സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ആ ഡാൻസിൽ ഇങ്ങനെ മുഴുകിയിരിക്കുവാണ്. അപ്പോൾ അത്ര മനോഹരമായിരുന്നു. അവരെല്ലാവരും ഒരേ താളത്തിനും ഓളത്തിനും ഒക്കെ കളിച്ചു. സൂപ്പറായിരുന്നു അവരുടെ ഡാൻസ്. അത് കഴിഞ്ഞ് നമ്മുടെ ഡാൻസ് പറഞ്ഞ് നമ്മുടെ അനശ്വരയുടെയാണ്, നമ്മുടെ അശ്വതിയുടെ മോളാണ്. അവളുടെ ഒരു സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു. അതും അതിഗംഭീരമായി തന്നെ മോൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിച്ചുപൊളിക്ക് കളിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലൊരു ചെറിയൊരു വിഷമമുണ്ട്, നമ്മുടെ ഈ PTയിലുള്ള കുറച്ച് അംഗങ്ങൾ അടുത്ത വർഷത്തെ മീറ്റിങ്ങിൽ കാണില്ല. കാരണം 7 വരെയാണ് ഈ സ്കൂളിലുള്ളത്. അപ്പം 7ാം ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ പോകുന്നതോടെ തന്നെ അവരുടെ പേരൻസും പോവും. അപ്പോൾ അതിലൊരു വിഷമമുണ്ട് എല്ലാവർക്കും.
കുട്ടികളെല്ലാവരും സ്റ്റേജിലും പുറത്തും ഒക്കെ നല്ലതുപോലെ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാശിയും കൈലാസമാണ്. അവരും വിട്ടുകൊടുത്തില്ല, അവരും അടിച്ചു പൊളിച്ച് കളിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ കാര്യം ഒന്നും പറയേണ്ടതില്ല. കാരണം കുട്ടികൾ രാവിലെ വന്ന കുട്ടികളാണ്. അവർക്ക് എത്ര കളിച്ചിട്ടും അവർക്ക് മതി വരുന്നില്ല. അത്രത്തോളം ഹാപ്പിയിലാണ് കുട്ടികൾ പൊയ്ക്കൊണ്ടിരുന്നത്, കളിച്ചുകൊണ്ടിരുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എക്സാമൊക്കെ വരുവാണ്. എല്ലാ മക്കളും നല്ലതുപോലെ പഠിച്ചെഴുതാൻ ശ്രമിക്കുക. പിന്നെ എല്ലായിടത്തും ഇപ്പോൾ പനിയൊക്കെയാണ്. ഞാൻ തന്നെ എത്രയോ ദിവസം കൊണ്ട് എനിക്ക് ശബ്ദമൊന്നും തിരിച്ചു കിട്ടുന്നില്ല. എൻ്റെ വോയിസ് കേൾക്കുന്നവർക്കറിയാം. കാരണം പനിയൊന്നുമില്ല, പക്ഷെ തൊണ്ട അടപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുഞ്ഞുമക്കൾ തണുത്തതൊന്നും കുടിക്കാതിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 ട്രെയിനിങ് ടീച്ചർമാരും പൊളിയാണ്. അവർ കുട്ടികളോടെ തന്നെ നല്ല അടിച്ച് പൊളിക്കുന്നുണ്ട്. ഡാൻസിലായിരുന്നാലും അവരുടെ എല്ലാ കാര്യത്തിലും. എൻ്റെ മോനെ പ്രത്യേകം എപ്പോഴും ഇവരുടെ കാര്യം പറയാറുണ്ട്. അപ്പോൾ ഉടനെ പോകുന്നതിലും വിഷമമുണ്ട് അവർക്ക്. ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അറിയാവുന്നവരും അറിയാത്തവരൊക്കെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.